നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് ദിവസം തീർച്ചയായിട്ടും വീഡിയോസ് ഉണ്ടായിരുന്നില്ല. വായന ഇല്ലാത്തത് ഞാനൊരു യാത്രയിലായിരുന്നു. അത് ആത്മീയപരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വായനകൾ ചെയ്യാതിരുന്നത്. പലവർക്കും പേഴ്സണൽ റീഡിംഗ് പോലും ലഭിച്ചിട്ടില്ല. അപ്പോൾ ദയവായി ഒന്ന് കാത്തിരിക്കുക. ഇന്നലെ ലഭിക്കാത്തവർക്കും തീർച്ചയായിട്ടും നാളെ തരുന്നതായിരിക്കും. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. അതിന് പോണതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനൽ, അതിലേക്ക് നിങ്ങൾക്ക് അംഗമാവാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി അതൊന്ന് എടുത്തു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് അന്വേഷണങ്ങൾ വന്നു ഇന്ന് എന്താണ് വായനയില്ലാത്തത് എന്നുള്ളത്. അപ്പോൾ ഞാൻ വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ദിവസം വായന ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് ഒരുപാട് പേര് അന്വേഷിച്ചു. ഒരുപാട് സന്തോഷം. നമ്മളുടെ വായനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് പ്രപഞ്ചശക്തി നിങ്ങളെക്കുറിച്ചുള്ള പലതരത്തിലുള്ള സൂചനകൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്നു. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം നല്ല രീതിയിൽ പുതുക്കിയെടുക്കുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ധാരാളം മാറ്റങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളോടുള്ള കാഴ്ചപ്പാടുകളിൽ വന്നു ചേർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പരിപൂർണമായിട്ടും വിട്ടുപിരിഞ്ഞ സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ യാതൊരു തരത്തിലും നിങ്ങൾ രണ്ടുപേരും മര്യാദക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. ഇതൊരു ദാമ്പത്യ ജീവിതമാകാം, അല്ലെങ്കിൽ ഇതൊരു പ്രണയബന്ധമാകാം. ഏതു തരത്തിലുള്ള ഒരു ബന്ധമാണെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടുപേരും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പല തിരിച്ചറിവുകളും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അതായത് ഈ വ്യക്തിക്ക് ഒരുപാട് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, തുടരെയുള്ള ഒരുപാട് തടസ്സങ്ങളും നല്ല രീതിയിലുള്ള എതിർപ്പുകളും ഈ ഒരു ബന്ധത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മീയവും ശാരീരികവുമായിട്ടുള്ള ആ ഒരു ഊർജം വളരെയധികം കുറഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉറക്കക്കുറവ്, അല്ലെങ്കിൽ ഊർജ്ജസ്വലത ഇല്ലായ്മ, എപ്പോഴും മടി പിടിച്ച് എവിടെയെങ്കിലും ഒരിടത്തിരിക്കുക, എപ്പോഴും ഒരു ചിന്തയിൽ തന്നെ ലയിച്ചുകൊണ്ട് നടക്കുക, ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ ലഭിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഇവിടെ ഈ വ്യക്തി വിചാരിക്കുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രണയബന്ധം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അവസാനിക്കുക തന്നെ ചെയ്യും. ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ഓരോ നിമിഷവും ഓരോ ദിവസവും കഴിയും തോറും അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അതൊരു പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ് ഈ വ്യക്തി അറിഞ്ഞതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള മനോഭാവം വളരെയധികം മാറിയിട്ടുണ്ടാകാം. ഒരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയോടിപ്പോൾ മര്യാദക്ക് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലായിരിക്കാം. ആദ്യമൊക്കെ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നിരുന്നു, ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നടന്നിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പോലും ഇത് ശരിയാവുകയാണെങ്കിൽ മാത്രം ശരിയായാൽ മതി എന്നുള്ള ഒരു മനോഭാവത്തിലേക്കാണ് നിങ്ങളും എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ വന്നെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു ചിന്താഗതിക്ക് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഈ വ്യക്തി അന്വേഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഈ വ്യക്തിയുടെ വീട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാം.
ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത്തരമൊരു ആലോചന ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികൾ ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് തീർത്തും ഈ വ്യക്തിയുടെ മനസ്സിൽ നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായും നമുക്കിവിടെ കാണാം. അത് തീർത്തും ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പക്വതയും മനസ്സിൽ വന്നിരിക്കുന്ന ആ ഒരു സന്തോഷവും നമുക്കിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ വ്യക്തി ഒരു സിംഹത്തിന്റെ ഊർജത്തിലാണ് നിൽക്കുന്നത്. കാരണം മാനസികപരമായിട്ടുള്ള വിഷമങ്ങളിലും ദുഃഖങ്ങളിലും നിന്നുമൊക്കെയും ഈ വ്യക്തി മോചനം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ വേണ്ടപ്പെട്ടവരോട് നിങ്ങളുടെ കാര്യം പറയുവാൻ പോലും ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ വ്യക്തിയെ മറ്റു പലവരും നല്ല രീതിയിൽ തന്നെ നിയന്ത്രിച്ചിരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നത് കേവലം ഒരു ആകർഷണം മാത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലേക്കാണ് ഇന്ന് ഈ വ്യക്തി എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും, വേറെ ആരെങ്കിലും ഈ വ്യക്തിയുമായിട്ട് കൂട്ടിച്ചേർക്കാൻ നോക്കുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തിക്ക് ആ ഒരു പേഴ്സണായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ലാണ്ടായപ്പോഴാണ് ഈ വ്യക്തിക്ക് എത്രത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നത് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് മോശപ്പെട്ട കൂട്ടുകെട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. അതായത് ഈ വ്യക്തിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയിൽ നിന്നും ഈ പേഴ്സൺ തീർച്ചയായിട്ടും മാറി മറയാനാണ് അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാനും ഒരു നല്ലൊരു സംഭാഷണം നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും ധാരാളം പരിശ്രമങ്ങൾ നടത്തുന്നതായിട്ടും നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമൊക്കെ ഈ വ്യക്തിയുടെ പുറകെ കെഞ്ചിക്കൊണ്ട് പുറകെ നടന്നിട്ടുണ്ടാകാം, അപേക്ഷിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും എല്ലാം തന്നെ പ്രപഞ്ച ശക്തിക്ക് സമർപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള വിലയുമില്ല, എന്തുകൊണ്ടോ നിങ്ങളെക്കാൾ ഏറ്റവും മികച്ചത് ഈ വ്യക്തി തന്നെയാണ്, അതുപോലെ ഈ വ്യക്തിക്ക് ചേർന്നത് തേർഡ് പാർട്ടിയാണ് എന്നുള്ള മനോഭാവത്തിലും തീരുമാനത്തിലുമാണ് നിങ്ങൾ നിൽക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങൾക്കും വളരെയധികം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം തേർഡ് പാർട്ടിയെയും നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ വ്യക്തിയെയും കൂടി കൂട്ടിച്ചേരുന്ന ആ ഒരു നിമിഷം, അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വ്യക്തിയുടെ പുറകെ പോകുന്നത് നിർത്തിയത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് നിർത്തിയത്, ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ഈ വ്യക്തിയുടെ ആവശ്യമാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതം ഒരു വിജയത്തിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളത്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തെ നമുക്ക് കാണാം. അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും ഒത്തുള്ള 10 സ്നേഹത്തിന്റെ പാനപാത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെയധികം ആകർഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന എന്തൊക്കെയോ ഗിഫ്റ്റുകളും നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലെ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം വീണ്ടും പുനരുദ്ധാനം ചെയ്ത് പുതുക്കപ്പെട്ട് വരുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു. ഈ വ്യക്തി പല രീതിയിലും നിങ്ങളുമായിട്ട് വിവാഹം ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കുന്നതുമൊക്കെയും ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നതായിട്ടും അത് നല്ല രീതിയിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തീർത്തും ചാരിയറ്റ് എനർജിയിൽ നിൽക്കുന്നത് പോലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനോഭാവത്തെ തന്നെയാണ് കാണിക്കുന്നത്.
അതുമാത്രമല്ല ഇതിൽ പുരുഷന്റെ എനർജി വളരെയധികം പ്രതികൂലമായിട്ട് നിന്നിരുന്ന സാഹചര്യം കാണിക്കുന്നു. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ പിതാവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെയോ പിതാവോ ആയിരിക്കാം. പക്ഷെ അവരിൽ നിന്നും വളരെയധികം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നു പെട്ടിട്ടുള്ളത്. അവരുടെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വേണ്ടി ഈ വ്യക്തിക്ക് പല രീതിയിലുള്ള അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ടി വന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിലൂടെ ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് പ്രപഞ്ചശക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥ സ്നേഹം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അത് പലപ്പോഴും പല രീതികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.